ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചുരിദാറിൻ്റെ ടോപ്പിൽ നിന്നും എങ്ങനെ അളവെടുത്ത് പഠിക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ ഒരു ചുരിദാറിൽ നിന്നും അളവെടുക്കുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുഴുവൻ നീളം എടുക്കുക. അതായത് ഷോൾഡർ പോയിന്റിൽ നിന്നും താഴോട്ടുള്ള അളവ്, ആ അളവെടുക്കുക. അപ്പം നമുക്ക് നോക്കിയാലോ, ഇഞ്ചിലാണ് കേട്ടോ അളവെടുക്കുന്നത്. ഷോൾഡറിൻ്റെ ഈ പോയിന്റിൽ നിന്നും താഴോട്ടുള്ള അളവ് എന്ന് പറയുന്നത് ഇപ്പോൾ 40 ഇഞ്ചാണ് വരുന്നത്. 40 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് അധികം ചേർക്കുക. 1.5 ഇഞ്ച് അധികം ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ അവിടുന്ന് 1/2 ഇഞ്ച് മടക്കി തയ്ക്കാനും അതുപോലെ തന്നെ താഴെ ഭാഗം മടക്കി തയ്ക്കാനും വേണ്ടിയിട്ടാണ് 1.5 ഇഞ്ച് അധികം എടുക്കുന്നത്. ഇവിടെ 40 + 1.5, അപ്പോൾ 41.5 ഇഞ്ച്. ഫുൾ ബോഡി ലെങ്ത് എന്ന് പറയുന്നത് മുഴുവൻ നീളം 40 + 1.5, 41.5 ഇഞ്ച്. ഇതാണ് ഫുൾ ബോഡി ലെങ്ത്. നെഞ്ചളവ് എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്കുള്ള അളവാണ് നെഞ്ചളവ്. അതായത് എനിക്കിവിടെ 18 വരുന്നത്. 18ൻ്റെ നേർ പകുതി എന്ന് പറയുന്നത് എത്രയാ? 9 അല്ലേ? നേർ പകുതി എന്ന് പറയുന്നത് 9. 9ൻ്റെ കൂടെ പ്ലസ് 1.5 ഇഞ്ച് അധികം ആഡ് ചെയ്യാം. അപ്പോൾ നെഞ്ചളവ് എന്ന് പറയുന്നത് 9 + 1.5 10.5. രണ്ടാമത്തെ അളവ് എന്ന് പറയുന്നത് ചെസ്റ്റ് റൗണ്ട്, അതായത് നെഞ്ചളവ്. 9 + 1.5 10.5. ഇതാണ് നെഞ്ചളവ്. നെക്ക് വിഡ്ത്ത് എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് ഉണ്ടോ, അതായത് ഈ ഫ്രണ്ടിലത്തെ നെക്ക് നിൽക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ ഈ ടാപ്പിനെ ഇങ്ങനെ മടക്കി പിടിക്കുക. മടക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരളവ് കിട്ടും. ഇതുണ്ടോ, ഈ ഒരു സ്ക്വയർ ഒരു ചോക്ക് എങ്ങാനുണ്ടെങ്കിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരളവ് കിട്ടും. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 2.25. അപ്പോൾ എൻ്റെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 2.25. അപ്പോൾ ഓരോരാൾക്കും ഓരോ വിധത്തിലായിരിക്കും വേണ്ടി വരുക നെക്ക് വിഡ്ത്ത്. കഴുത്ത് വീതിയിൽ വേണമെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നെക്ക് വിഡ്ത്ത് ഉണ്ടാവുക. വീതി കുറഞ്ഞിട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഡീപ്പായിട്ടുള്ള നെക്കൽ ഉണ്ടാവില്ലേ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ളതും 2.25 നെക്ക് വിഡ്ത്ത്. അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ അളവെടുക്കുന്നത്. ഈ ഒരു പോയിന്റിൽ ടാപ്പ് വെക്കുക, എന്നിട്ട് ടാപ്പിനെ മടക്കി പിടിക്കുക. മനസ്സിലായോ? ഇങ്ങനെയാണ് നെക്ക് വിഡ്ത്തിൻ്റെ അളവെടുക്കുക. ഇനി നെക്ക് വിഡ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്ക് ലെങ്ത്തിൻ്റെ അളവ് എങ്ങനെയാണ് എടുക്കുക എന്നാണ് പറയുന്നത്. ആദ്യം ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ ലെങ്ത്ത്, അതായത് ഈ ഒരു ഷോൾഡറിൻ്റെ പോയിന്റിൽ നിന്നും നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കും. അപ്പോൾ ഈ ചുരിദാറിൻ്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ടിലത്തെ നെക്ക് ഇവിടെ 4 ഇതാ ഇങ്ങനെ ടാപ്പിന് ഇങ്ങനെ മടക്കി പിടിക്കുക. ഫ്രണ്ടിലത്തെ നെക്ക് 4, അതുപോലെ തന്നെ ബാക്കിലത്തെ നെക്ക് എന്ന് പറയുന്നത് 1.5 ഇഞ്ചുമാണുള്ളത്. ബാക്ക് നല്ലോണം കയറിയിട്ടുള്ളത്. ബാക്ക് കുറച്ചും കൂടി കൂടുതലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുക. അതായത് ഏത് ചുരിദാറിൻ്റെ അളവെടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നെക്ക് ലെങ്ത്തും വിഡ്ത്തും എല്ലാം ഉണ്ടാവുക. ഈ ഒരു അളവ് എന്ന് പറയുന്നത് ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചും അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 1.5 ഇഞ്ചും. ഇങ്ങനെയാണ് അളവെടുക്കുക. ടാപ്പിന് ഇങ്ങനെ മടക്കി പിടിക്കുക. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് അളവ് എന്ന് പറയുന്നത്
ആം ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈക്കുഴീനെയാണ് ആം ഹോൾ എന്ന് പറയുക. ആ അളവെടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നെക്ക് വിടുത്ത് കഴിഞ്ഞാൽ എടുക്കേണ്ട അളവാണ് ഷോൾഡറിൻ്റെ അളവ് എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ, ഈ പോയിൻ്റിൽ നിന്ന്, ഈ നെക്കിൻ്റെ ഈ ഒരു പോയിൻ്റിൽ നിന്ന് നമ്മൾ ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടാവില്ലേ, അവിടെ വരെ വരുന്നതാണ് ഷോൾഡർ. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 4. അപ്പോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവാണ് ഷോൾഡർ. മനസ്സിലായോ? മൂന്നാമത്തത് നെക്ക് വിടുത്ത്, അതായത് കഴുത്തിൻ്റെ വീതി 2.25. നാലാമത്തത് കഴുത്തിൻ്റെ നീളം, മുൻഭാഗം പിൻഭാഗം. മുൻഭാഗം കിട്ടിയത് 4 ഇഞ്ചും ബാക്ക് 1.5 ഇഞ്ചും. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തത് ഷോൾഡർ 4 ഇഞ്ച്. കൈക്കുഴി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിനെയാണ് കൈക്കുഴി എന്ന് പറയുക. ഈ കൈക്കുഴീൻ്റെ അളവ് എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഷോൾഡർ പോയിന്റിൽ നിന്നും താഴോട്ടേക്ക് ടാപ്പിനെ പിടിക്കുക. എന്നിട്ട് ടാപ്പിനെ ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരളവാണ് ആം ഹോൾ എന്ന് പറയുന്നത്, അതായത് കൈക്കുഴീൻ്റെ അളവാണ് 6.5. ഈ ഒരു ടോപ്പിൻ്റെ അളവ് 6.5. മനസ്സിലായോ? ഇങ്ങനെയാണ് കൈക്കുഴീൻ്റെ അളവെടുക്കുക. ഇനി നെക്സ്റ്റ് എടുക്കുന്ന ഒരു അളവ് എന്ന് പറയുന്നത് ഷെയ്പ്പാണ്. ഷെയ്പ്പ് എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഷോൾഡർ പോയിന്റിൽ നിന്നും 12.5 ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു കിട്ടുന്ന അളവ് ടാപ്പിനെ ഇങ്ങനെ വെക്കുക. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 8 ചെസ്റ്റ് 9 ഷെയ്പ്പ് 8. ഇനി എടുക്കുന്ന അളവ് എന്ന് പറയുന്നത് സ്ലിറ്റിൻ്റെ അളവാണ്. സ്ലിറ്റിൻ്റെ അളവ് എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ കൈക്കുഴി ഉണ്ടാവില്ലേ, കൈക്കുഴിയിൽ നിന്ന് താഴോട്ടേക്കുള്ള ഒരളവാണ് സ്ലിറ്റിൻ്റെ അളവ്. സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചുരിദാറിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവില്ലേ 2 സൈഡിലുള്ള, അതിനാണ് പറയുക സ്ലിറ്റ് എന്ന്. അപ്പോൾ ആ ഒരു അളവ് എന്ന് പറയുന്നത് 13. എനിക്കിപ്പം 13 അളവുള്ള. ചില ആൾക്കാർക്ക് 14 വേണ്ട വരും, 15 വേണ്ട വരും. അതിൽ കൂടുതൽ പോകില്ല കേട്ടോ. 14, 15, 13, 12 ഇങ്ങനെയൊക്കെ ആയിരിക്കും അളവുണ്ടാവുക. അത് ഓരോരാളെ ഹൈറ്റിനും അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു അളവ് ഉണ്ടാവുക. ആ ഒരു അളവ് കഴിഞ്ഞതിന് ശേഷം ഹിപ്പ് റൗണ്ടിൻ്റെ അളവ് എടുക്കുക. ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള വീതിയാണ് ഹിപ്പ് റൗണ്ട്. അപ്പോൾ ഹിപ്പ് റൗണ്ടിൻ്റെ അളവ് എന്ന് പറയുന്നത് എനിക്കിവിടെ 8.5 വരുന്നത്. 8.5 ഹിപ്പ് റൗണ്ടിൻ്റെ അളവ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചെസ്റ്റിൻ്റെ അളവ്, ചെസ്റ്റ് റൗണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷേപ്പ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഹിപ്പ് റൗണ്ട്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് അളവ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, താഴത്തെ വീതി, അതായത് 7ാമത്തത് ഷേപ്പ് 8 ഇഞ്ച്. പിന്നെ 8ാമത്തെ അളവ് എന്ന് പറയുന്നത് ഹിപ്പ് റൗണ്ട്, അതായത് നമ്മളെ സ്ലിറ്റിൻ്റെ അവിടെ വരുന്ന ഭാഗം ഉണ്ടാവില്ലേ, ആ ഒരളവ്. അളവ് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 8.5 ഇഞ്ച്.
പിന്നെ 9ാമത്തത് സ്ലിറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 13 ഇഞ്ച്. താഴത്തെ വീതി എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള അളവ്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള അളവ് 9 ആണുള്ളത്. 9 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് അധികം ചേർക്കുക. എന്തിനാ? സ്ലിറ്റ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് 1.5 ഇഞ്ച് അധികം ചേർക്കുന്നത്. 10ാമത്തെ അളവ് ഫ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ വീതി. ആ വീതി 9 പ്ലസ് 1.5 10.5. സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ അളവെടുക്കുന്നത് ഈ ഒരു ഷോൾഡർ പോയിന്റിൽ നിന്നും ഇവിടത്തേക്കുള്ള അളവ് 10 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. 10 പ്ലസ് 1.5 ഇഞ്ച് 1.5 ഇഞ്ച് അധികം ചേർക്കുന്നത് ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് സ്ലീവിലോട്ട് അറ്റാച്ച് ചെയ്യും. പിന്നെ 1/2 ഇഞ്ച് താഴെ ഭാഗം മടക്കി അടിക്കാൻ വേണ്ടിയിട്ടും അത് അങ്ങനെയാണ് 1.5 ഇഞ്ച് അധികം എടുക്കുന്നത്. 10 ആണുള്ളത്. 10 പ്ലസ് 1.5 11.5. അത് കഴിഞ്ഞിട്ടാകുമ്പം സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു റൗണ്ടില്ലേ, ഈ ഒരു ഭാഗം, അതിനാണ് സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അളവെടുക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ അളവെടുക്കുക. ഇപ്പം 4.5 വരുന്നത്. 4.5 പ്ലസ് 1.5 ഇഞ്ച് അധികം ചേർക്കുക. പതിനൊന്നാമത്തെ അളവ് എന്ന് പറയുന്നത് സ്ലീവ് ലെങ്ത് ആണ്. സ്ലീവ് ലെങ്ത്തിൻ്റെ അളവ് 10 പ്ലസ് 1.5 11.5 ഇഞ്ച് കേട്ടോ. 11.5 ഇഞ്ച്. 12ാമത്തെ അളവ് എന്ന് പറയുന്നത് സ്ലീവ് റൗണ്ട് 4.5 പ്ലസ് 1.5 6. 4.5 പ്ലസ് 1.5 6. ഇത്രയും അളവാണ് നമുക്ക് ചുരിദാറിൽ നിന്നും അളവെടുക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായോ? ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.